ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, ഈ ചെടി നിങ്ങൾക്ക് മനസ്സിലായോ ഏത് ചെടിയാണെന്ന്? ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട ബ്രൈഡൽ ബൊക്കെ എന്ന് കോമൺലി അറിയപ്പെടുന്ന ഒരു ചെടി. ഇതിന് ധാരാളം കോമൺ നെയിംസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സയൻറ്റിഫിക് നെയിമും ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ചെടിയുടെ കൂടുതൽ കാര്യങ്ങളും എൻ്റെ കെയറിങ്ങും ഒക്കെ നമുക്കിതിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ എത്ര മനോഹരമായ ചെടിയാണ്, നല്ല മണമാണ് ഈ ചെടി. ഇതിൻ്റെ പൂക്കളെന്ന് പറഞ്ഞാൽ ഇത് പൂത്ത് കഴിഞ്ഞാൽ ആ പരിസരത്ത് വരുമ്പോൾ തന്നെ നല്ല മണമാണ്. മാത്രവുമല്ല നല്ല കുലകുലയായിട്ടുള്ള പൂക്കളാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഭംഗിയാണ് കാണാൻ. പൂത്ത് വരുമ്പോൾ എല്ലാം ഇങ്ങനെ കണ്ടില്ലേ, എല്ലാം ബഞ്ചസ് ആയിട്ടുള്ള ഫ്ലവേഴ്സാണ്, വൈറ്റ് ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്. ഇത് ഒരു വള്ളിച്ചെടിയാണ്, അല്ലെങ്കിൽ ഫ്ലവറിങ് വൈൻ എന്ന് നമുക്ക് പറയാം. അതായത് ഇതൊരു ക്ലൈംബറാണ്. മറ്റേതെങ്കിലും ഒരു സ്ട്രക്ചറിലോ മറ്റൊരു മരത്തിലോ ഒക്കെ ചുറ്റി വളർന്ന് കയറി പോകുന്ന തരത്തിലുള്ള ഒരു പ്ലാന്റാണ്, ക്ലൈംബറാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഗ്രൗണ്ടിൽ നട്ടു കൊടുത്തിട്ട് ഒരു ട്രെല്ലിസിലേക്കോ അല്ലെങ്കിൽ ഒരു വോളിലേക്കോ ഒരു ആർച്ചിലേക്കോ ഒക്കെ പടർത്തി വളർത്തി കഴിഞ്ഞാൽ വളരെ നല്ല ഭംഗിയായിരിക്കും. അല്ലെങ്കിൽ പർഗുളാസിലൊക്കെ വളർത്തി നമുക്ക് ട്രെയിൽ ചെയ്ത് താഴേക്ക് ഇടാനോ ഒക്കെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് കഴിയുന്ന ഒരു പ്ലാന്റാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്കതിനെ വളർത്തിയെടുക്കാനായിട്ട് കഴിയുന്ന ഒരു പ്ലാന്റാണ്. ഇപ്പോൾ ഇതിൻ്റെ ഫ്ലവേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നോഡ്സിൽ 2 ലീഫിൻ്റെ അടിയിലായിട്ടാണ് ഇതിൻ്റെ ഫ്ലവർ സ്റ്റോക്ക് വരുന്നത്. അങ്ങനെ ഓരോ ലീഫിൻ്റെയും നോഡിൻ്റെ ആ ഭാഗത്തായിട്ടാണ് ഫ്ലവർ സ്റ്റോക്കുകൾ വന്നിട്ട് അതിലേക്ക് പൂക്കൾ വരുന്നത്. പൂക്കൾ കാണാൻ എന്ത് രസമുള്ള പൂക്കളാണെന്നറിയാമോ? 4 പെറ്റൽസാണ് അതിനുള്ളത്. കണ്ടില്ലേ, 4 പെറ്റൽസ് വരുന്ന തരത്തിലുള്ള ഫ്ലവേഴ്സാണ് അതിനുള്ളത്. അപ്പോൾ അതിൻ്റെ എല്ലാം ഈ ഫ്ലവേഴ്സ് വരുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നോഡ്സിൽ ലീഫിൻ്റെ അടിയിലായിട്ടാണ് ഫ്ലവർ സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ നിറച്ച് എല്ലാ ലീഫിൻ്റെ ഇതിലും വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ബഞ്ചായിട്ട് അതങ്ങ് പൂക്കും. നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് കളറുമാണ്. പ്യുവർ വൈറ്റ് അല്ല, ഒരു ഓഫ് വൈറ്റ് ആണെന്ന് പറയാം. പിന്നെ അതിൻ്റെ പൂമ്പൊടി, സ്റ്റേമനും സ്റ്റിഗ്മയും ഒക്കെ കാണാനും നല്ല ഭംഗിയുണ്ട്. 4 പെറ്റൽ വന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ആ സ്ട്രക്ചറും കൂടെ വരുമ്പോഴേ സ്റ്റേമനും സ്റ്റിഗ്മയൊക്കെ കാണുമ്പോഴും നല്ല രസമുണ്ട്. ആ പൂവ് ഒരു ബഞ്ചായിട്ടിരിക്കുന്ന കാണുമ്പോൾ എന്താ ഒരു പ്രത്യേകതയുള്ളൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഇത് ഒരു മുല്ലയുടെ ഒരു ഓർമ്മയൊക്കെ നമ്മളിൽ വളർത്തും. നല്ല മണമുള്ള പ്ലാന്റ് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഗാർഡനേഴ്സിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്ലാന്റ് തന്നെയാണ് ബ്രൈഡൽ ബൊക്കെ. ഇനി ഈ പ്ലാന്റ് റാനൻകുലേസിയ എന്ന് പറയുന്ന ഫാമിലിയിലാണ് ഉൾപ്പെടുന്നത്. ഈ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഒരു വിഗറസ് ക്ലൈംബറാണ്. അതായത് വളരെ ഫാസ്റ്റായിട്ട് അങ്ങനെ എല്ലാ ഭാഗത്തും ക്ലൈംബ് ചെയ്ത് കയറി പടർന്ന് പൂക്കുന്ന തരത്തിലുള്ളതാണ്. ഏത് സ്ട്രക്ചർ കിട്ടിയാലും, അല്ലെങ്കിൽ നിയർ ബൈ വെജിറ്റേഷൻ ഏതിലെങ്കിലും ആണെങ്കിലോ, ഏതെങ്കിലും ഒരു മരമാണെങ്കിലോ, വേറെ ഏത് ചെടിയാണെങ്കിലോ അതിലേക്ക് കയറി പടർന്ന് അത് പൂക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ നട്ട ചെടിയിലും അങ്ങനെ തന്നെയാണ്. അടുത്തൊരു അരളിയുടെ തൈ ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കമ്പിലൂടെയൊക്കെ വളർന്ന് ചുറ്റി പടർന്ന് ആണ് അത് ഇപ്പോൾ വളർന്നിരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്കും വിഗറസ് ഒരു ക്ലൈംബറാണ്. ഇതിൽ എന്ന് പറയുമ്പോൾ ഇയർ ത്രൂ ഔട്ട് ഇങ്ങനെ പൂക്കൾ ഉണ്ടാവും. അത് ഇങ്ങനെ പ്രൊഫ്യൂസ്ലി ബ്ലൂമിങ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ്. കണ്ടില്ലേ, ഞാൻ പറഞ്ഞതുപോലെ എല്ലാ പ്ലാന്റിലും അത് കയറി പടർന്ന് പൂക്കുന്ന തരത്തിലുള്ളതാണ്. അടുത്തുള്ള ചെടികളുടെയൊക്കെ സ്റ്റെമ്മിലേക്കൊക്കെ ചുറ്റി പടർന്നു പോവും. അങ്ങനെയുള്ളൊരു ക്ലൈംബിങ് നേച്ചറുള്ളൊരു പ്ലാന്റാണ്. ഇനി അങ്ങനെ ഇയർ ത്രൂ ഔട്ടായിട്ട് അത് പൂക്കുകയും ചെയ്യും. അതിൻ്റെ പൂവിൻ്റെ കളറെന്ന് പറയുമ്പോൾ ഒരു ക്രീമിഷ് വൈറ്റാണ്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് അത് കാണാൻ. പിന്നെ ഫ്ലവേഴ്സ് എല്ലാം എന്ന് പറയുമ്പോൾ ഒരു വലിയ ലാർജ് ബഞ്ചസ് ആയിട്ടാണ് ഫ്ലവേഴ്സ് വരുന്നത്. ആ പ്ലാന്റ് എത്ര സൈസിലുള്ളതാണോ അതിനെ കവർ ചെയ്ത തരത്തിലുള്ള പൂക്കുലകളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അതായത് ഇല പോലും കാണാൻ പറ്റാതെ അത്രയേറെ പൂക്കൾ കൊണ്ട് കവർ ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ പ്ലാന്റിന് മറ്റൊരു കോമൺ നെയിം ബ്രൈഡൽ ബൊക്കെ എന്നറിയപ്പെടുന്നത്. അതായത് ഒരു ബൊക്കെ പോലെ തന്നെയാണ്, ഒരു ബ്രൈഡിൻ്റെ കയ്യിലുള്ള ബൊക്കെ പോലെ നമുക്ക് തോന്നും. അത്രയേറെ കവർ ചെയ്ത്
പൂക്കുന്ന തരത്തിലുള്ളൊരു പ്ലാന്റാണ്. ഒരു പ്രൊഫ്യൂസ് ഒരു ബ്ലൂമറാണ് ഈ പ്ലാന്റ്. അത്ര മനോഹരമായ പൂവാണ്, മണമുള്ള പൂവാണ്. ഇതിൻ്റെ ഈ ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അതൊരു ഇക്കോ ഫ്രണ്ട്ലി പ്ലാന്റും കൂടെയാണെന്ന് പറയാം. കാരണം ഈ ക്വാളിറ്റി ഉള്ളത് കൊണ്ട് അത് ധാരാളം ബട്ടർഫ്ലൈസിനെയും ബീസിനെയും ഒക്കെ ഗാർഡനിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അത് ഒരു ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. അതായത് എല്ലാ ജീവികളെയും മീൻസ് ഇങ്ങനെയുള്ള ബീസിനെയും ഒക്കെ അതിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഇക്കോസിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ അതൊരു ഇക്കോ ഫ്രണ്ട്ലി പ്ലാന്റാണ്. ഇനി ഈ പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഈ പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനായിട്ട് ഒരു ഏകദേശം മെച്ചുറായിട്ടുള്ള ഒരു സ്റ്റെം കട്ടിങ് എടുത്ത് നമുക്ക് മറ്റൊരു കവറിലോ ഒരു പോട്ടിലോ ഒക്കെ വെച്ച് വളർത്തിയെടുക്കാൻ കഴിയും. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഈ ബ്രാഞ്ച് ആ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് നമുക്കൊരു പുതിയൊരു പ്ലാന്റാക്കി മാറ്റിയെടുക്കാൻ കഴിയും. ഞാനത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അതിൽ നിറയെ പൂക്കൾ നിൽക്കുന്നത് കൊണ്ട് ഈ പൂക്കൾ കൊഴിഞ്ഞതിന് ശേഷം ആ ബ്രാഞ്ചിനെ കട്ട് ചെയ്ത് ഒരു പുതിയ പ്ലാന്റാക്കി വളർത്തിയെടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഓരോ ഫ്ലവറിങ് സീസൺ കഴിയുമ്പോഴും നിങ്ങൾ ഇതിനെ നല്ല രീതിയിലൊന്ന് പ്രൂൺ ചെയ്ത് നിർത്തി കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് കൂടുതൽ സ്പ്രൗട്ട്സ് ഒക്കെ വന്നിട്ടേ നിറയെ ബ്രാഞ്ചസ് ഒക്കെ വരും. അങ്ങനെ വരുമ്പോൾ ഒത്തിരി നല്ല ബുഷിയായിട്ട് വളരുകയും ചെയ്യും. അതിന് ഒത്തിരി ഫ്ലവേഴ്സ് വരാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ മാത്രമല്ല ഓരോ ഫ്ലവറിങ് സീസൺ കഴിയുമ്പോഴും നെക്സ്റ്റ് ഒരു ഫ്ലവറിങ്ങിനായിട്ട് നമ്മൾ അതിനെ ഒന്ന് റെഡിയാക്കി നിർത്തുകയും കൂടെ വേണം. ഇതുപോലെ പോട്ടിനകത്തുള്ള അൺവാണ്ടഡ് പ്ലാന്റ്സ്, അത് നമ്മൾ കളയെന്നൊക്കെ പറയില്ലേ, കളകളെല്ലാം പറിച്ചു മാറ്റുക. ഇതുപോലെ പറിച്ചു മാറ്റിയിട്ട് കുറച്ച് മണ്ണൊക്കെ ഒന്ന് ലൂസൻ ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലും കമ്പ് കൊണ്ടോ കമ്പി കൊണ്ടോ ഒക്കെ ഒന്ന് കുത്തി ഇളക്കി റെഡിയാക്കിയിട്ട് കുറച്ച് വളവും കൂടെ ചെയ്ത് കൊടുത്താൽ മതി. ബയോ ഫെർട്ടിലൈസേഴ്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെയും ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്ത് നമ്മൾ പ്ലാന്റിനെ റെഡിയാക്കി നിർത്തുകയാണ്. അപ്പോൾ പിന്നെ അടുത്തൊരു സീസൺ മീൻസ് നെക്സ്റ്റ് ഉടനെ തന്നെ അങ്ങനെ നമ്മൾ നല്ല കെയർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഉടനെ തന്നെ അതിന് പൂക്കാനൊക്കെയുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. കൂടെ അത് പൂക്കുകയും ചെയ്യും. അതായത് അതിൻ്റെ വളം അനുസരിച്ച് നമ്മൾ എത്ര അതിനെ കെയർ ചെയ്യുന്നോ അതുപോലെ അത് നമുക്കതൊരു റിട്ടേൺ തരും. പക്ഷേ ഇതിന് വലിയ കെയറിങ്ങിൻ്റെ ആവശ്യമില്ലാത്ത ചെടിയും കൂടെയാണ്. കെയർ ചെയ്തില്ലെങ്കിൽ പോലും അത് വർഷത്തിൽ 2-3 തവണ പൂക്കാറുണ്ട്. പൂക്കുമ്പോൾ നല്ല നിറഞ്ഞാണ് പൂക്കുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ ഫ്ലവേഴ്സിന് ഒരു സ്വീറ്റ് ആൻഡ് മൈൽഡ് ഫ്രാഗ്രൻസ് ആണുള്ളത്. ആ ഒരു ഫ്രാഗ്രൻസ് നമ്മുടെ ഗാർഡനിൽ മൊത്തം അങ്ങ് ഫില്ലാവും. ആ ഒരു മണം ആസ്വദിച്ച് അതിൻ്റെ ഒത്തിരി ബേർഡ്സും ബീസും ബട്ടർഫ്ലൈസും ഒക്കെ നമ്മുടെ ഗാർഡനിൽ വരികയും ചെയ്യും. അത് വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഗാർഡനിൽ മറ്റുള്ള ചെടികളുണ്ടെങ്കിൽ അതിനൊക്കെ പോളിനേഷൻ നടക്കാനും ഇതുവഴി സഹായിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഒരു ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്ലാന്റാണിത്. പിന്നെ ഈ ചെടി നടുമ്പോൾ നമ്മളെപ്പോഴും ഒരു എന്തെങ്കിലും പടർന്ന് കയറിപ്പോകാൻ ഒരു സ്ട്രക്ചർ കൂടെ വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ദാറ്റ് മീൻസ് ഒരു ട്രെല്ലിസൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. കാരണം അത് ഒരു ഏകദേശം 10 മീറ്റർ ഹൈറ്റിലോട്ടൊക്കെ ഇത് വളർന്ന് കയറിപ്പോകും. നമ്മൾ ആ രീതിയിൽ അതിനെ കയറിപ്പോകാൻ അതിനൊരു സപ്പോർട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ഹൈറ്റ് വരെയൊക്കെ അത് കയറിപ്പോവും. അപ്പോൾ അങ്ങനെ പോയി കഴിയുമ്പോൾ ഇത് പൂത്ത് കഴിയുമ്പോൾ എന്ത് ഭംഗിയായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കണേ. ഒത്തിരി മുകളിലേക്ക് ഇങ്ങനെ പടർന്ന് കയറി പോകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അതിൻ്റെ പൂക്കാലം കാണാനായിട്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിച്ച് വെക്കണം. പിന്നെ ഇതിന് നല്ല സൺലൈറ്റുള്ള സ്ഥലത്താണ് നിങ്ങളിത് നടേണ്ടത്. എപ്പോഴും നല്ല സൺലൈറ്റ് ആവശ്യമുള്ള ചെടിയാണിത്. പോട്ടിംഗ് മീഡിയ ഒന്ന് ശ്രദ്ധിച്ചിട്ട് അത് എങ്ങനെയാണ് അതിൻ്റെ കണ്ടീഷൻ ഡ്രൈ ഔട്ട് ആവുന്നതിന് മുമ്പ് നെക്സ്റ്റ് വാട്ടറിങ് ചെയ്താൽ മതി. വളം ചെയ്യുന്നത് മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ ഒരു പൂക്കാലം കഴിയുമ്പോൾ അടുത്ത പൂക്കാലത്തിന് മുമ്പേ നമ്മൾ പ്ലാന്റിനെ ഒന്ന് റെഡിയാക്കി നിർത്തുന്ന കൂട്ടത്തിൽ വളവും കൂടെ ചെയ്ത് കൊടുത്താൽ മതി. നല്ലൊരു ട്രെല്ലിസിൽ വളർത്തുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു മതിലിലോ അല്ലെങ്കിൽ ഒരു ആർച്ചിലോ ഒക്കെ വളർത്തുകയാണെങ്കിൽ ഒന്നുകൂടി ഭംഗിയായിരിക്കും കേട്ടോ ഇത് വളരുന്നത് കാണാനായിട്ട്. പൂക്കൾ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഈ പ്ലാന്റിനെ സ്വീറ്റ് ഓട്ടം ക്ലമാറ്റിസ് എന്ന് ഒരു പേരിൽ അറിയപ്പെടാറുണ്ട്. അതുകൂടാതെ ബ്രൈഡൽ ബൊക്കെ എന്നറിയപ്പെടാറുണ്ട്. ക്ലമാറ്റിസ് വൈൻ എന്നറിയപ്പെടാറുണ്ട്. ഈ പൂക്കളുടെ ഭംഗി നിങ്ങൾക്ക് എത്രത്തോളം ഈ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാനും ആസ്വദിക്കാനും പറ്റുന്നുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. കാരണം വീഡിയോ എടുക്കുമ്പോൾ ഈ സൂര്യൻ്റെ ലൈറ്റിൻ്റെ ആ ഗ്ലെയർ കാരണം എനിക്ക് നേരെ അങ്ങോട്ട് അത് വീഡിയോയിൽ നോക്കാനും ഒന്നും കഴിയുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ കണ്ണുകളൊരു അല്ലാതെ അങ്ങ് അടയ്ക്കേണ്ടി വരുന്നത്. മനസ്സിലായില്ലേ?
ബൊട്ടാണിക്കൽ നെയിം ക്ലെമാറ്റിസ് ടെർണിഫ്ലോറ. ഇതിനു മുമ്പ് ഇതിനെ ക്ലെമാറ്റിസ് പാനിക്കുലേറ്റ എന്ന സ്പീഷീസിൽ ഉൾപ്പെടുത്തിയാണ് അറിഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് ക്ലെമാറ്റിസ് ടെർണിഫ്ലോറ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ പ്ലാന്റിന് ഇങ്ങനെയൊക്കെ നല്ല കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഉണ്ട്, നല്ല കുറച്ച് അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും അതിന് ചില ഡ്രോബാക്സും ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ പ്ലാന്റിൻ്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളും പോയിസണസ് ആണ്. അതുകൊണ്ടാണ് ഈ പ്ലാന്റിനൊരു ഡ്രോബാക്ക് ഉണ്ടെന്ന് പറഞ്ഞത്. പെറ്റ്സും കുട്ടികളും അവരെ രണ്ടുപേരെയാണ് നമ്മൾ ഈ പ്ലാന്റിൽ നിന്ന് അകറ്റി നിർത്തേണ്ടത്. അതായത് അവർക്ക് റീച്ചബിളായിട്ടുള്ള ഒരു സ്ഥലത്ത് ഈ പ്ലാന്റ് നിങ്ങൾ വയ്ക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനമായൊരു പ്രിക്കോഷൻ. ജപ്പാനാണ് ഇതിൻ്റെ നേറ്റീവ് പ്ലേസ്. അതുകൊണ്ട് തന്നെ ഇതിനെ ജാപ്പനീസ് വെർജിൻസ് ബവർ, ജാപ്പനീസ് ക്ലെമാറ്റിസ് എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. കൂടാതെ സ്വീറ്റ് ഓട്ടം ക്ലെമാറ്റിസ്, സ്വീറ്റ് ഓട്ടം വെർജിൻസ് ബവർ, ക്ലെമാറ്റിസ് വൈൻ, ബ്രൈഡൽ ബൊക്കെ എന്നൊക്കെയുള്ള നിരവധി പേരുകളിൽ അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ പ്ലാന്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞു. അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രൊപ്പഗേഷൻ ഞാൻ പറഞ്ഞു, അതിൻ്റെ വാട്ടറിങ്, അതിൻ്റെ ലൈറ്റ് കണ്ടീഷൻസ് എല്ലാം പറഞ്ഞു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കാണണം. സീ യു നെക്സ്റ്റ് ടൈം.